ഇന്ന് ഗുളിക കഴിച്ച് നാളെ പെണ്ണാണ്. നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ലിംഗം നമ്മുടെയാണ്. എല്ലാവർക്കും പെട്ടെന്ന് എല്ലാം ആയി പെട്ടെന്ന് വരണം. ഇതെല്ലാം നമ്മളാണ് നമ്മുടെ സീക്രസി പ്രൈവറ്റായിട്ട് വെച്ചിരിക്കേണ്ടത്. ഇപ്പം നിങ്ങളവിടെ പീനസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പറയണം, പ്രൂവ് ചെയ്യാൻ പറ്റുമോ? തുറന്ന് കാണിച്ചാലല്ലേ. എന്നെ യൂസ് ചെയ്യാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുൾ ഒരു കരടി പോലെ രോമേശ്വരനായിരുന്നു. ശിഖണ്ഡി എന്നുള്ളൊരു പദം തന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പൂർണ്ണമായിട്ടുള്ള പെണ്ണെന്നല്ല, പെണ്ണിനെ പിന്നെ പെണ്ണെന്നല്ലാണ്ട് എന്താ പറയുക? എന്നോട് ട്രാൻസ്ജെൻഡർ പറഞ്ഞിട്ട് നിങ്ങൾ എന്നോട് സംസാരിക്കും. 25 ലക്ഷം രൂപ മുടക്കി ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യർ ഇവിടെ ഇല്ല. ജാസി എന്നുള്ളത് ശരിക്കും ഒരു എൻട്രൻസ് ആയിരുന്നു. തനിക്ക് പേര് കിട്ടാനും പുകഴ് കിട്ടാനും വേണ്ടിയിട്ട് ചാടി വന്നിരിക്കണം. ഞാനൊരു ലൈഫിൽ സെറ്റിലായുള്ള. ഇപ്പം നമ്മുടെ കേരളത്തിലേക്ക് വന്നത്, നമ്മൾ കേരളത്തിലെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ട്രാൻസ്ജെൻഡർ ബില്ല് ഓൾ ഓവർ ഇന്ത്യ ആണെങ്കിലും ഇപ്പോൾ ഇവിടെ ഈ അടുത്തിടെ നടന്ന പ്രക്ഷോഭം, അപ്പം ഒരു ഭാഗം ഞാൻ ഈ പറഞ്ഞ മെഡിക്കൽ ബോർഡിൻ്റെ അംഗീകാരം മേടിക്കണം. മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഇനി സർജറി ചെയ്യാൻ പോകാൻ പറ്റത്തില്ല, ഇനി അഥവാ ഇപ്പം ഇങ്ങനെ സർജറി ചെയ്ത അതിനെ തട്ടിക്കൊണ്ടു പോകലായി നിൽക്കും. ശിഖണ്ഡി എന്നുള്ളൊരു പദം തന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഈ പറയുന്ന ആളുകൾ, ഇപ്പോൾ ഈ പറഞ്ഞ 25 ലക്ഷം രൂപ മുടക്കി ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യർ ഇവിടെ ഇല്ല. വളരെ കുറച്ച് പേര്. അതായത് ഈ ട്രാൻസ്ജെൻഡേഴ്സിൽ തന്നെ കുറച്ച് ആളുകൾ കുറച്ച് പോപ്പുലറായിട്ട് ജീവിക്കുന്നവർക്ക് ഒരു പക്ഷേ സാധിക്കാം. അല്ല, തെറ്റാണ്. 25 ലക്ഷം എന്ന് പറയുന്നത് ഞാൻ സിംഗപ്പൂർ തായ്ലാൻഡിൽ പോയി ചെയ്തത്. അല്ല, പക്ഷെ ഇപ്പം അത്രയൊന്നും ഇല്ല. ഇപ്പം മെഡിക്കൽ കോളേജുകൾ 5 ലക്ഷം അത്രയും പോലും ഇല്ലെന്നാണ് പറയുന്നത്. കമ്മിയാണ്. 3.5 ലക്ഷം. പക്ഷേ ഇതിലൊരു കാര്യം, അനുവിനോടൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് പേഴ്സണലി പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളിത് സർജറി മാത്രമല്ല. ഇപ്പം നമുക്കറിയാം ഒരു പെൺകുട്ടി, അമേയ എന്നാണ് ആ കുട്ടിയുടെ പേരും തോന്നില്ല, ആത്മഹത്യ ചെയ്ത അനന്യ അന്ന് നടത്തിയ ഓപ്പറേഷൻ സക്സസ് ആയില്ല. അതിന്റെ പിന്നാലെ പല രഹസ്യങ്ങളും ഉണ്ട്. ഞാൻ പറയട്ടെ, അത് നമ്മൾ അനന്യനെ എക്സാമ്പിൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അനന്യയുടെ കാര്യത്തിൽ അനന്യക്ക് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് തന്നെ എതിർപ്പുണ്ടായിരുന്നു. ഇൻഫാക്റ്റ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാനോ ഞാൻ ഡോക്ടേഴ്സിന് ചിത്ത പറയാനല്ല. നമ്മൾ ആരോടാണ് പങ്കാന്ന് പറയില്ലേ, നമ്മൾ പിന്നെ പ്രതിഷേധം എടുക്കുന്നത്, പ്രതിഷേധമോ നമ്മൾ എനിക്ക് മലയാളം അത്ര ഇതില്ലെങ്കിലും കൂടിയിട്ട് നമ്മൾ ആരോടാണ് എതിർപ്പ്, ദറ്റ് ഈസ് നമ്മൾ ശണ്ട കൂടുന്നത്. അപ്പോൾ ആ ആൾക്കാരെ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ അപമാനിക്കുന്നത്. ഇതേ തന്നെ ഞാൻ പറയണത്. ഈ പറഞ്ഞ അനന്യ പോയിട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ശണ്ട കൂടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതിന് ശേഷം ഹോർമോണലിന് വേണ്ടിയിട്ട് ഗുളിക എടുക്കണം, ടാബ്ലറ്റ് എടുത്തോണ്ടിരിക്കണം. നമ്മുടെ സീമ ഒരു ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സീമ ഇതുവരെ കഴിച്ച ഗുളികകളുടെ സ്ട്രാപ്പുകളും കൂട്ടി വെച്ചിട്ട് സീമ ഞാൻ കിടുങ്ങിപ്പോയി. ഒരു മനുഷ്യായുസിൽ ഒരു മനുഷ്യൻ ഒരു ട്രാൻസ്ജെൻഡർ ആകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഈ പറഞ്ഞ സ്ത്രീ ആവണം, സ്ത്രീയെ പോലെ ഒരുങ്ങണം. ഇപ്പം നമ്മൾ തന്നെ നോക്കൂ, ഞാനും സ്ത്രീ, മാലികയും സ്ത്രീ ലുക്ക് നമ്മൾ നോക്കുമ്പോൾ മാലിക എന്തോരം സാധനങ്ങൾ, അതായത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സ്ത്രീ അത്രയും ഒരുങ്ങിയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ. പക്ഷെ നേരെ മറിച്ച് ഞാൻ ഈ ക്യാമറയ്ക്ക് മുന്നിലിരിക്കണം, എന്നെ കണ്ടായിരുന്നല്ലോ. എന്റെ അമ്മയുടെ ഫോട്ടോ കാണിക്കട്ടെ? അല്ലല്ല, ഞാൻ പറയുന്നത് നമ്മുടെ അമ്മയുടെ രൂപമാണ് ഞാൻ. ആണല്ലേ? എന്റെ അമ്മയുടെ ഫീച്ചേഴ്സ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അല്ല, ഒരുങ്ങുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സിംപിൾസിറ്റി. നമ്മളിപ്പോ ഞാൻ ഇങ്ങനെ ചുമ്മാ എന്നെ കണ്ടല്ലോ വന്നപ്പോ ഞാൻ എങ്ങനെ ഇരുന്നു, പിന്നെ ഇതിനു വേണ്ടി കണ്ണെഴുതി ലിപ്സ്റ്റിക്ക് വിട്ടു, ഇത്രയേ ഉള്ളൂ, കമ്മലും മാറി. അപ്പൊ ഞാൻ പറയണത് ഇവിടെയുള്ള ആളുകൾക്ക് ഈ ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ ബാലൻസിന് വേണ്ടിയിട്ട് ഈ ഹോർമോൺ ഗുളിക എടുക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ഇപ്പം തന്നെ പറഞ്ഞല്ലോ, ഗുളിക കഴിക്കുമ്പോൾ ഉറക്കം വരും, ദേഷ്യം വരും, മൂഡ് സ്വിങ്സ് വരും. നോർമലായിട്ടുള്ള, അതായത് നോർമൽ നല്ല കേട്ടോ, എൻ്റെ വാക്ക് തന്നെ ഞാൻ പിൻവലിക്കുന്നു. ഒരു സ്ത്രീയായി ജനിക്കുന്ന ഒരു സ്ത്രീക്ക് പീരിയഡ്സ് ആകുമ്പോൾ 10 ദിവസം ആണുങ്ങൾ ഇവർക്ക് പീരിയഡ്സ് ആയെന്ന് അറിയുന്നത് തന്നെ ഇവളുടെ മൂഡ് സ്വിങ്സ് നോക്കിയാന്ന് പറഞ്ഞാൽ ട്രോള് വരെ ഇറങ്ങുന്ന സമയമാണിത്. മനുഷ്യരായ എല്ലാവർക്കും മൂഡ് സ്വിങ്സ് ഉണ്ട്. ചിലവർ കാണിക്കും, ചിലവർ കേട്ടോ. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇതിൽ ഗുളികയും കൂടെ ചിലപ്പോൾ കൂടുതലായിട്ട് നമ്മളൊരു അബ്നോർമൽ അല്ലെങ്കിൽ ആ ഒരു സമയമാകൂല്ലേ, അതുകൊണ്ടാണ് അവരൊന്നും ചെയ്യാത്ത. അവർക്ക് എന്തിനാ ചെറിക്കുന്നറിയോ? ഇതൊക്കെ വന്നിട്ട് അത്യാഗ്രഹം എന്നുള്ള ഒരു വാർത്തയുണ്ട്, അറിയോ നിങ്ങൾക്ക്? എന്താണ് അതിന് അത്യാഗ്രഹം? ദറ്റ് ഈസ് ഈ സ്വർണ്ണമുട്ട ഇടുന്ന താറാവിനെ കൊന്ന കഥ അറിയില്ല? അതേപോലെ തന്നെ ചിലവർക്ക് ഇന്ന് ഗുളിക കഴിച്ച് നാളെ പെണ്ണാമണം. ഇവിടെ ഇതേ തന്നെയാണ് ഞാൻ പലവരുടെ അടുത്തും കേട്ടിരിക്കുന്നത്. പേഷ്യൻസ് ഇല്ല, എല്ലാവർക്കും പെട്ടെന്ന് എല്ലാം ആയി പെട്ടെന്ന് വരണം. ഇതിനു വേണ്ടി പകുതി ആൾക്കാരും
ഗുളികകൾ ഒന്ന് കഴിക്കാൻ ഡോക്ടർ പറഞ്ഞ, ഇത് ഡോക്ടേഴ്സ് പറഞ്ഞതാണ് കേട്ടോ, ഞങ്ങൾ പറയണ പ്രോസസ്സിൽ ആർക്കും പോകാൻ തയ്യാറല്ല. അവർ പറയണത് ഞങ്ങൾക്ക് ഇപ്പം തന്നെ എല്ലാം ചെയ്തു തരണം പറഞ്ഞ് ഫോഴ്സ് ചെയ്യണം അത്ര. അപ്പോൾ പോയി കഴിച്ചോളൂ. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് എന്താണ്? അതാണ് റണ്ണിങ് റേസ് ആണ്. ഇപ്പം ഞാൻ 2000 സംതിങ്ങിലാണ് പിന്നെ ലേസർ ചെയ്തത്. ഞാൻ പെണ്ണാവാൻ വേണ്ടിയിട്ടല്ല ലേസർ ചെയ്തത്. ആ ലേസറൊക്കെ ഭയങ്കര പുതിയ ലേസേഴ്സ് അപ്പോൾ വന്ന് ഞാൻ സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യ പോയി ചെയ്യാനൊക്കെ പോയത്. പക്ഷെ അതൊക്കെ വേദനിച്ചിട്ട് നമ്മൾ അതൊക്കെ വേറെ. ഇപ്പോൾ ഉള്ളതൊക്കെ ഭയങ്കര കംഫർട്ടബിളാണ്. 2 ചെയ്താൽ മതി നിങ്ങളുടെ മുഖം ക്ലിയറായി അതൊക്കെ. പക്ഷെ ഞാൻ അതൊക്കെ അനുഭവിച്ചവളാണ്. ഇത്രയും ചെയ്തിട്ട് ഹോർമോൺസ് എടുക്കാനും ഞാൻ അങ്ങോട്ടേക്ക് പോകണം, പലതിനും ഇഞ്ചക്ഷൻ. എത്ര കാലം ഞാൻ എടുത്തറിയോ? ഓൾമോസ്റ്റ് 10 years. 10 yearsൽ സ്ലോ പ്രോസസ്സിലാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്തത്. ഞാൻ ചോദിക്കുന്ന ഒരാൾക്ക് ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഓപ്പറേഷൻ ഇല്ലാതെയും ജീവിക്കാനുള്ള അവകാശമില്ലേ? ആര് പറഞ്ഞു ഇല്ലാന്ന്? അല്ല, എൻ്റെ ഒരു ഈ ബില്ല് തന്നെ അതിനൊരു അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അങ്ങനെ ഒരു അവകാശം ഇല്ലേ? അബ്സല്യൂട്ട്ലി ഉണ്ട്. പക്ഷെ എന്താണ് ഒരു തെറ്റ് പറഞ്ഞാൽ, ഇന്നിപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, ഇതിപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞു 25 ലക്ഷം ചിലവാക്കി എല്ലാം ഞാൻ പറഞ്ഞു അല്ലേ? ഞാൻ ഇപ്പോൾ പറയണു ഞാൻ ചെയ്തിട്ടേ ഇല്ല. നിങ്ങൾക്ക് എന്നെ വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റുമോ? ഐ ആം ആസ്കിങ് യു. ഇപ്പം നിങ്ങളവിടെ പീനസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പറയണം, ജസ്റ്റ് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? തുറന്ന് കാണിച്ചാലല്ലേ. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ അണ്ടർ ദ പാൻറ്റ് ഇല്ലേ, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനോ പറയാനോ നിങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്, പൊന്നുടമ്പ് നമ്മുടെയാണ് അല്ലേ? നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ലിംഗം നമ്മുടെയാണ്. ഇതെല്ലാം നമ്മളാണ് നമ്മുടെ സീക്രസി പ്രൈവറ്റായിട്ട് വെച്ചിരിക്കേണ്ടത്. സാരി ഉടുത്ത് നടക്കുകയാണെങ്കിൽ ഞാനും താഴത്ത് ഇങ്ങനെയാണ് ഞാൻ നടന്നു പോണത്, എൻ്റെ താഴത്ത് ഇതുണ്ട്, ഞാൻ ആന പോലെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഇത് പോയി വൈറലാവും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയേണ്ട ആവശ്യം എന്തിനാ പറയണം? അതേപോലെ പുതിയ ഓപ്പറേഷൻ വന്നിട്ടുണ്ട്, ടെക്സ്റ്റൈൽസ് മാത്രം റിമൂവ് ചെയ്ത് പീനസ് മാത്രം വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഓപ്പറേഷൻ. അത് ആദ്യമായിട്ടാണ് ഞാൻ കേരളത്തിൽ കേട്ടത്, ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് ഷോക്കായി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ എൻ്റെ പേഷ്യൻസിൽ എനിക്ക് വേദന അനുഭവിക്കണം, പൈസയും വേണം, ഒന്നിച്ചാണ് ഞാൻ മേലെയും താഴത്തും കൂടി ഒരു സമയത്ത് ചെയ്തു. 15 ദിവസം ഞാൻ ആരും എന്നെ നോക്കേണ്ട ആവശ്യമില്ല, മറ്റുള്ളവരെ നമ്മൾ ബഗ് ചെയ്യേണ്ട ആവശ്യമില്ല. 15 ദിവസം ഹോസ്പിറ്റലിൽ ഇരുന്ന് ഫുള്ളായിട്ട് നടന്നു പോയ ആൾ നടന്ന് തിരിച്ചു വന്നു. ഇതിനു വേണ്ടി ഞാൻ പൈസ ചേർത്തി വെച്ച് അതിനുള്ളതെല്ലാം വന്നതിന് ശേഷം മാത്രമേ ഞാൻ അതിലേക്ക് പോയി. അതിനാണ് ഈ 39 വയസ്സാവാനും. രണ്ടാമത് എൻ്റെ സിറ്റിസൺഷിപ്പ് എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ടായിരുന്നു സിംഗപ്പൂരിൽ. എനിക്ക് അപ്പോഴൊന്നും ഈ ഇന്ത്യയിൽ സ്ത്രീ എന്നുള്ള അംഗീകാരമോ അല്ലെങ്കിൽ 3rd ജെൻഡർ എന്നൊന്നും അപ്പം ഇല്ലല്ലോ. അപ്പം ഞാൻ ഈ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ചിട്ട് ഇവിടെ വന്നിട്ട് എങ്ങനെ എടുക്കും ഞാനത്, എൻ്റെ ഐഡൻറ്റിറ്റി ഇല്ലേ? ഇപ്പം ഉള്ളവർ തന്നെ ഇവിടെ സഫർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് ഇവരെല്ലാവരും മുമ്പ് എനിക്ക് ആവണം എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അപ്പം ഞാൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം എടുക്കണമെങ്കിൽ ഞാൻ ഇനി 49 വയസ്സിലേ ഞാൻ ആയിട്ടുണ്ടാവുള്ളൂ. അതുവരെയും എൻ്റെ നരകവേദന എത്രയായിരിക്കും? അപ്പോൾ ഈ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഞാൻ സിറ്റിസൺ ആയത് 2007 ഞാൻ സിറ്റിസൺഷിപ്പ് കിട്ടിയത് എനിക്ക്. എന്നിട്ടാണ് വീട് വാങ്ങിയത്. അപ്പോൾ ഇതെല്ലാം വാങ്ങുന്നതിന് മുമ്പ് ഞാൻ മറ്റും എന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ സിംഗപ്പൂർ ഗവൺമെൻറ് എനിക്ക് സിറ്റിസൺഷിപ്പ് തരില്ല ഡെഫിനറ്റായിട്ട്. എന്താണ്, വേറെ കൺട്രിയിലത്തെ ഒരാൾ വന്നിട്ടാണ് ഇവിടെ തൻ്റെ അംഗീകാരം എടുക്കണമെന്ന് പറഞ്ഞിട്ട് അത് തരത്തില്ല. അപ്പം ഞാൻ സിറ്റിസണായി മാറി വീട് വാങ്ങി പ്രോപ്പറായിട്ട് ഞാനൊരു വലിയ ഫേമസ് ടീച്ചറായിരുന്നു. അപ്പോൾ എൻ്റെ സിറ്റുവേഷനും നോക്കി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ അടുത്തത് പോണ്ടേ. ഇപ്പോൾ എൻ്റെ പെണ്ണായി മാറിയതിന് ശേഷം എൻ്റെ കുട്ടികളൊക്കെ എന്നെ വിട്ടു പോയാലോ? അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ അവയർനെസ് ഒന്നും ഇല്ലല്ലോ. പക്ഷെ സിംഗപ്പൂരിലായതുകൊണ്ട് ഇതെല്ലാം പോസിബിളായി. എന്നാണ് അവിടുത്തെ ആൾക്കാരിൻ്റെ മൈൻഡും എല്ലാം ബ്രോഡ് മൈൻഡഡ് ആയിരുന്നു. അപ്പോൾ അവിടെ എല്ലാവരും എന്നോട് പറഞ്ഞത്, ഒരു ദിവസം ഞാൻ ഇതിനു വേണ്ടി ഇരുന്നു. എനിക്ക് 120 കുട്ടികളുണ്ടായിരുന്നു. 120 കുട്ടികളുടെ പാരൻസിൻ്റെ അടുത്ത് ഒരു ദിവസം ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും 10-15 പാരൻസ് വന്ന് ഓൺലി മദേഴ്സ്, നോ ഫാദേഴ്സ് ഇരുത്തി വെച്ച് എൻ്റെ ലൈഫിൻ്റെ ഞാൻ പറഞ്ഞു, ഞാൻ ഇതുപോലെ ആവാൻ പോവുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ കൂടെ എതിർപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ വേണമെങ്കിൽ മാറ്റിക്കോളൂ പറഞ്ഞു. പലവരും കരഞ്ഞു. എന്തിനാ അറിയാം കരഞ്ഞത്? നിങ്ങളൊരു ഫാമിലി ആയിട്ട്
കൺസിഡർ ചെയ്ത് ചോദിച്ചില്ലേ ടീച്ചറെ? അതിന് ഞങ്ങൾക്കൊരു വലിയ സന്തോഷമാണ്. രണ്ടാമത്, നിങ്ങളുടെ വിദ്വത്തിനാണ് ഞങ്ങൾ മര്യാദ തരുന്നത്. അല്ലാണ്ട് നിങ്ങൾ സാരി ഉടുക്കുന്നോ പാൻ്റ് ഇടുന്നോ കുർത്ത ഇടുന്നോ ഞങ്ങൾക്ക് അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് അറിയണ്ട. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് 2007 കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ 2000 ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്തു. പിന്നെ ഞാൻ ഇൻഡിവിജ്വലായിട്ട് എൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി ഞാൻ വെളിയിൽ വന്നു. എനിക്ക് പലതും കാര്യങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു അവിടുന്ന് വരാൻ. പക്ഷെ ഞാൻ എപ്പോഴും എന്തുകൊണ്ടാണ് എൻ്റെ സാഡ് സ്റ്റോറി ആരുടെടുത്തും പറയാത്തതെന്ന് പറഞ്ഞാൽ, എല്ലാവരും ഈ സാഡ് സ്റ്റോറി പറഞ്ഞ് അനുതാപം എടുക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതെനിക്കിഷ്ടമല്ല. എന്താ അറിയോ, നമ്മുടെ സാഡ് സ്റ്റോറി കേൾക്കുന്ന സമയത്ത് എല്ലാവരും പറയണത്, ഓ അവൾ കരഞ്ഞ് നമ്മളുടെ അടുത്ത് നിന്ന് ബഹുമാനം വാങ്ങുകയാണ്. സോ ഞാൻ സാധിച്ച കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ബഹുമാനം വാങ്ങാം. എന്തിനാണ് ഞാൻ വെറുതെ എൻ്റെ കഷ്ടങ്ങൾ എന്നോട് ഇരിക്കട്ടെ. കഷ്ടമില്ലാത്ത മനുഷ്യന്മാരാരുണ്ട്? എൻ്റെ കഷ്ടങ്ങൾ ഞാൻ എൻ്റെ ഉള്ളിൽ വയ്ക്കാം, അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർ എന്തിനാണ് ഈ പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ അന്നത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം എന്താ നടന്നറിയോ? നിങ്ങളുടെ ഈ രണ്ടുപേരും, ഒരു വിഭാഗം ഓപ്പറേഷൻ ചെയ്തവരും തനിയായി, ഒരു വിഭാഗം ഓപ്പറേഷൻ ചെയ്യാത്തവരും തനിയെ വന്ന് ഒടുവിൽ രണ്ടായി പിരിഞ്ഞു. അപ്പോൾ ഇവിടെ യൂണിറ്റി പോയി. അപ്പോൾ എന്തായി? ഈ 4 മാടുകൾ തമ്മിൽ ശണ്ട കൂടിയിട്ട് നിന്ന് ഒത്തൊമയായിട്ട് ഇരുന്നപ്പോൾ സിംഹത്തിന് കഴിക്കാൻ പറ്റാത്ത പോലെ അവർ പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ കൊന്നു കഴിച്ചില്ലേ? അതുപോലെ നമ്മളെല്ലാവരും പിരിഞ്ഞ പോലെ ആയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും താ തൂ 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 എന്ന് പറയാൻ തുടങ്ങി എല്ലാവരും. ഓപ്പറേഷൻ കഴിഞ്ഞവർ ഞാൻ അറിയാണ്ട് ചോദിക്കട്ടെ, പെണ്ണാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ 2 പേരും ഇരിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ നിങ്ങൾ എന്നെ നോക്കിയിട്ട് എന്നോട് ട്രാൻസ്ജെൻഡർ പറഞ്ഞിട്ട് നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് അല്ലല്ല? ഉണ്ടോ? ഇല്ല. ഇപ്പം ഇവിടെ നിൽക്കുന്ന ആണായിട്ട് ഒരു ക്യാമറാമാൻ ഉണ്ട്. ഞാൻ എപ്പോഴും അന്വേഷിച്ച് ചോദിക്കുന്ന, നിങ്ങൾക്ക് എന്നെ കാണുന്ന സമയത്ത് ട്രാൻസ് പറഞ്ഞിട്ടാണോ നിങ്ങൾ എന്നെ കേട്ടോണ്ടിരിക്കുന്നത്? അല്ലല്ലോ. ഇപ്പം ഞാനൊരു പെണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടുള്ള പെണ്ണെന്നല്ല. പെണ്ണിനെ പിന്നെ പെണ്ണെന്നല്ലാണ്ട് എന്താ പറയേണ്ടത്? ഈ സാരി ഉടുത്ത് ഈ ഡ്രസ്സും ചെയ്ത് ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്നെ പെണ്ണെന്നല്ലേ പറയേണ്ടത്? അല്ല, ഒരാൾ പറയാൻ ആഗ്രഹിക്കുന്ന പെണ്ണാണെങ്കിൽ ഡെഫിനറ്റ്ലി. അതെ. അപ്പം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾ പെണ്ണിനെ പോലെ ഡ്രസ്സ് ചെയ്തിട്ടിരിക്കുന്നുണ്ട്, അല്ലേ? എന്നിട്ട് നിങ്ങൾ പറയുന്നു ഞാൻ ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ താല്പര്യപ്പെടാത്ത ഒരാളാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്തിട്ട് ഞാൻ ഇരിക്കും, പക്ഷെ ഞാൻ താഴത്ത് ഓപ്പറേഷൻ. നിങ്ങളുടെ താര് ചോദിച്ചു? ഹു ആസ്ക്ഡ് യു? നിങ്ങൾ താഴത്ത് എന്താ വെച്ചിരിക്കണമെന്ന് ഞാൻ ചോദിച്ചില്ല. പിന്നെ പറഞ്ഞ കാര്യം ഉണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്യില്ല ഞങ്ങൾ. അപ്പോൾ എന്താ പെണ്ണിൻ്റെ വേഷം ഇട്ടിട്ട് എന്തിനാണ് അവിടെ വന്നിരുന്നത്? അപ്പോൾ ആണിൻ്റെ വേഷം ഇട്ടിട്ട് വന്നിരിക്കായിരുന്നല്ലോ. അത് ഞാൻ ചോദ്യം ചോദിക്കാൻ പാടില്ല. പക്ഷേ ഇരുന്നിട്ട് എന്നെ കുറ്റം പറയുന്നില്ലേ? അത് തെറ്റല്ലേ? ഒരാളെ നമ്മൾ കുറ്റം പറയുന്നതിന് മുമ്പ് നിങ്ങൾ ശരിയായിരിക്കും. എനിക്ക് ഈ പറഞ്ഞ 2 പേരിൻ്റെയും ലൈഫ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണർന്ന് നോക്കിയപ്പോൾ അവരിൻ്റെ പിന്നാലെ പല മാലകൾ പോലെയുള്ള പല കാര്യങ്ങളും അവർ ചേർത്തി വെച്ച കുറേ കുറ്റങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ആരും അറിയണ്ട. അപ്പോൾ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റീൻ്റെ ഉള്ളിൽ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ എന്ത് സംസാരം വന്നറിയോ? മാലികനെ പറയാൻ ഇവരെന്താണ് പെർഫെക്റ്റ് ആണോ എന്നൊരു വാർത്ത ചോദിച്ചു. ആ വൈറലാവും എന്നെക്കുറിച്ച് പറഞ്ഞിട്ടോ ജാസിനെ കുറിച്ച് പറഞ്ഞിട്ടോ. ജാസി എന്നുള്ളത് ശരിക്കും ഒരു ഇൻട്രൻസ് ആയിരുന്നു. അത് അത്യാഗ്രഹം, ഞാൻ പറഞ്ഞില്ല അത്യാഗ്രഹം, തനിക്ക് പേര് കിട്ടാനും പുകഴ കിട്ടാനും വേണ്ടിയിട്ട് ചാടി വന്നിരിക്കണം. ഞാനൊരു ലൈഫിൽ സെറ്റിലായവളാണ്. ഈ പറഞ്ഞ പകകളും ഒക്കെ നമ്മൾ ഓരോരുത്തരെ കുറിച്ചിട്ട് ഇപ്പം നിങ്ങൾ പറഞ്ഞ ഇവർ 2 പേരിൻ്റെ ഞാൻ കുറേ റീലുകളൊക്കെ പോയി കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇൻ്റർവ്യൂ ആണ് ആദ്യമായിട്ട് അവർക്ക് നിങ്ങൾ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് എന്നെക്കാട്ടിയും എത്ര വലിയ വേദികളാണ് അവർക്ക് കിട്ടി സംസാരിച്ചത്. അപ്പോൾ അവർ സെലിബ്രിറ്റി അല്ല എന്ന് പറഞ്ഞു. പക്ഷെ സെലിബ്രിറ്റി ആയില്ലേ അവരിപ്പോൾ? നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അവർ സെലിബ്രിറ്റി ആയി. അപ്പോൾ എല്ലാവർക്കും ഒരു തുടക്കമുണ്ട്. അതിലൊന്നും പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിരിച്ചു വരാൻ പറ്റത്തില്ല. പക്ഷെ അത് ശരിയാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഞാൻ അവരുടെ ഭാഗം നിൽക്കുമോ ഒന്നുമല്ല, മാലികനെ എതിർക്കുമൊന്നുമല്ല. അവർ സംസാരിക്കുന്ന മുഴുവൻ ഒരു സാധാ മനുഷ്യർക്ക് വരെ ട്രാൻസ് കമ്മ്യൂണിറ്റി എന്താണെന്ന് മനസ്സിലാകുന്ന തരത്തിലാണ്. അതാണ് ആ കമൻറ്റ് സെക്ഷൻ മുഴുവൻ. കറക്റ്റാണ്. കാരണം എഡ്യൂക്കേഷൻ്റെ പവറുണ്ട് അതിനകത്ത്. പ്ലസ് അവർ ഈ പറയുന്ന പോലെ, ഞാൻ മോശമാക്കി പറയുന്നതല്ല, ഇപ്പോൾ ഈ പറയുന്ന പോലെ
ആരെയും മോശമാക്കി പറയുന്നതല്ല. മാലിക തന്നെ പറഞ്ഞു, കാണിക്കാൻ വേണ്ടി വേഷം കെട്ടുന്ന കുറേ മനുഷ്യരുണ്ട്, ഇത് ജനങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ അങ്ങനെയല്ല, ഞങ്ങൾ സ്ത്രീയാണെന്ന് പറഞ്ഞിട്ട് നോർമലായി ജീവിക്കുന്നവരുണ്ട്. അവിടെയാണ് അവരത് കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞത്. അത് ഭയങ്കര ഒരു എഡ്യൂക്കേഷനാണ്. ശരിയാണ്. സൊസൈറ്റിയിൽ ഇപ്പം ശാന്തി ചേച്ചിയും അത്രയും ഇതായിട്ടാണ് പറയുന്നത്, എനിക്കതാണ് ഇഷ്ടം, എനിക്കിങ്ങനെ എനിക്ക് പെണ്ണിനെ പോലെ നടക്കാനാണ് ഇഷ്ടം. ഓക്കെ, നടന്നു, അവരാരെയും കുറ്റപ്പെടുത്തുന്നില്ല. മറ്റേത് അങ്ങനെയല്ല. ഈ പറയുന്ന ബഹളങ്ങൾ ഉണ്ടാക്കി സെലിബ്രിറ്റി ആകാൻ വേണ്ടി കുറെ മനുഷ്യർ നടക്കുന്നുണ്ട് ഇവിടെ. എല്ലാത്തിലും ഉണ്ട്. അത് ട്രാൻസിൽ മാത്രമല്ല. ഇപ്പൊ ഞാൻ വന്നിട്ട് ട്രാൻസിൽ മാത്രമല്ല കേട്ടോ പറഞ്ഞു, ഈ എല്ലാ മനുഷ്യരിലും എല്ലാവരും ഉണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ എനിക്ക് ഇതൊന്നും കിട്ടാത്ത ഒരാളായിരുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ആർത്തി പിടിക്കാം. ഞാൻ ഇതെല്ലാം ചെയ്തവളാണ്. ഞാൻ എൻ്റെ പഴയ റീലുകളും പഴയ കാര്യങ്ങളും ഞാൻ ചെയ്തതെല്ലാം അപ്പോഴൊന്നും ഈ മീഡിയയും കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആർക്കാണ് ഇതിൻ്റെയൊക്കെ ഒരു പിന്നെ ഒരാൾക്ക് കിട്ടാത്തവർക്കല്ലേ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു എന്താ പറയുക, വിശക്കുന്നവർക്ക് ഓക്കെ. ഞാൻ പറയണത് ലൈഫിൽ എന്ത് കിട്ടിയിട്ടില്ലയോ അവർക്കല്ലേ അതിൻ്റെ ഒരു അത്യാഗ്രഹം ഉണ്ടാവുക, എനിക്ക് കിട്ടണം. ലൈഫിലെല്ലാം നമ്മൾ കിട്ടിയ ഒരാൾക്ക് ഇപ്പോൾ എന്തിനാണ് ഇപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ലൈഫിൽ മറ്റുള്ളവർ കഥ പറയണത് ഈ പറഞ്ഞ അക്കട പക്കട എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ഇവർക്ക് മാത്രം തോന്നി എന്ന് പറഞ്ഞില്ലേ, ശരിക്കും ആണുങ്ങളായിട്ട് ജീവിക്കുന്നവർ. കൊറ്റംകുളങ്ങര അമ്പലത്തിലേക്ക് 4 പേര്, അവരിവിടെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, അവർ ആണുങ്ങളാണ് കേട്ടോ. പക്ഷെ അവർ ആണുങ്ങൾ പെണ്ണുങ്ങളായിട്ട് ഡ്രസ്സിന് അവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ടു. ഒരു ചെറിയ ഫാക്ഷൻ ഓഫ് പിന്നെ ഇതിലാണ് അവർ എന്നെ ഇഷ്ടപ്പെട്ടത്. അവർക്ക് എന്നെ നന്നായി അറിയും. 2 ടേബിളിൽ ഒന്ന് ഓപ്പറേഷൻ ചെയ്ത ആൾക്കാർ, ഒന്ന് ഓപ്പറേഷൻ ചെയ്യാണ്ട് ഇരിക്കുന്ന ഇവർ 4 പേരും. അപ്പം ഞാൻ നടുവത്തെ ഒരു ടേബിളിൽ വന്ന് ഇരുന്ന് ഷാപ്പാട് ഓർഡർ ചെയ്തു. ഷാപ്പാട് വന്നു. അപ്പം ഞാൻ അവരെ കൂടെയും പോയില്ല. അവരെ എനിക്കറിയാം, ഇവരെയാണ്. ഇവർ ഹലോ പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, ഞാൻ എന്തിനാ ഇങ്ങനെ തനിയിരിക്കണേ, 2 നമ്മുടെ കമ്മ്യൂണിറ്റീൻ്റെ ആളിരിക്കുമ്പോൾ ആരെ കൂടെ. അപ്പം ഞാനിങ്ങനെ എണിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അവർ പറയാണ്, ചേച്ചി ഇങ്ങോട്ട് വാ ചേച്ചി, ഓപ്പറേഷൻ ചെയ്ത ആൾക്കാർ. ഞാൻ പറഞ്ഞു, ഇല്ല കുട്ടി, അവിടെ തിരക്കുണ്ട്, എനിക്ക് എന്തായാലും ഞാൻ ഇവരെ കൂടെ പോയി ഇരുന്നോളാം എന്ന് പറഞ്ഞ് ഞാൻ ഇവരെ ചൂസ് ചെയ്ത് അവിടെ പോയി ഇരുന്നു. അവർക്ക് ഭയങ്കര സന്തോഷം. എന്താണ്, അവരെ ചൂസ് ചെയ്തത് കൊണ്ടല്ല. അവർ പറയാണ്, മാലികനെ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇഷ്ടം. എന്താ അറിയോ, ഈ പറഞ്ഞ അക്കട പക്കട എന്നുള്ള പേര് അവർ പറഞ്ഞാലും അവർ പറയണത് മാലിക മാ കറക്റ്റായിട്ട് ജാസിക്ക് പറഞ്ഞതാണ്, ഞങ്ങൾക്ക് അറിയും. ഞങ്ങളാരും ഞാൻ ചോദിച്ചു, ഞാൻ നിങ്ങളെ അക്കട പക്കട വിളിച്ചതല്ലേ, നിങ്ങളെന്നോട് ദേഷ്യമില്ലേ ചോദിച്ചപ്പോൾ ഒരിക്കലും ഇല്ല ചേച്ചി. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ആരെയാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാർ കുറ്റമായിട്ട് കണ്ടുപിടിച്ച് ഞങ്ങളെ പറയണമെന്നുണ്ടെങ്കിൽ അത് എടുക്കാം. പക്ഷേ ഇപ്പോൾ അവരെന്നെ ആ ഗ്രൂപ്പിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്നോട് ഇത്രയും, ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പേരെന്താ അറിയോ, അക്കട പക്കട. 4 പേരേ ഉള്ളൂ, 5 പേരേ ഉള്ളൂ ഞങ്ങളതിൽ. ഈ കണ്ട് പരിചയപ്പെട്ടതിന് ശേഷം അവരെല്ലാവരും ആണുങ്ങൾക്ക് മേക്കപ്പ് ചെയ്യുന്ന സെലിബ്രിറ്റി ആർട്ടിസ്റ്റാണ് ഈ 4 പേരും. അവരെന്നോട് സംസാരിക്കുന്നുണ്ട് പല കാര്യങ്ങളും. എനിക്ക് പറഞ്ഞ പോലെ അവർ പറയണത്, ചേച്ചി വർഷത്തിൽ 1 പ്രാവശ്യം ഞങ്ങൾ ഡ്രസ്സ് ചെയ്തിട്ട് വരുന്നുള്ളൂ. ഞങ്ങൾക്ക് പെണ്ണിൻ്റെ ഒരു കുട്ടിക്ക് ഇത്ര മുടിയാണ്, അതിൻ്റെ ദൈവേ എന്തോ ഒരു ഭംഗിയേറിയവളുടെ മുടി കാണാൻ. ഞാൻ തന്നെ കണ്ടിട്ട് എനിക്ക് അസൂയല്ല. ഞാനൊരു കാര്യം പറയാം, എനിക്ക് എപ്പോഴും ഒരാൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ ഓൾവേസ് അഡ്മയർ. എനിക്ക് ഈ അസൂയ എന്ന് പറയുന്ന കാര്യം എനിക്ക് ചെറുപ്പം തുടങ്ങി ഇഷ്ടമല്ല. എന്താ അറിയോ, നമുക്ക് ഇല്ലാത്തത് ഇല്ല, നമുക്കുള്ളതിനെ മെച്ചപ്പെടുത്തൂ, ഉള്ളത് വെച്ച് നിങ്ങൾ ഭംഗിയാക്കും. അല്ലാണ്ട് ഇനി ഒരുത്തരെ നോക്കി ഞാൻ അസൂയപ്പെട്ടിട്ട് അതെനിക്ക് കിട്ടുമോ? ഇല്ല. അപ്പോൾ ആ ഒരു ബോധം എനിക്കുണ്ട്. അത് എന്തുകൊണ്ടാണ് പറഞ്ഞാൽ ഞാനൊരു ഡാൻസറാണ്. എൻ്റെ ഡാൻസിൽ എൻ്റെ ഐഡൻറ്റിറ്റി എനിക്ക് ചെയ്യാൻ പറ്റുന്ന എത്രത്തോളം എനിക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമോ അത്രയും ഞാൻ ചെയ്യത്തുള്ളൂ. ഓക്കെ, അത്രയും ഞാൻ ചെയ്യുള്ളൂ. അല്ലാണ്ട് എനിക്കിപ്പോൾ എല്ലാവരും പറയുന്നു ഞാൻ ക്രിയേറ്റ് ചെയ്തു, ഞാൻ ഫാഷൻ ചെയ്തു, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു. ആരെന്ത് ചെയ്ത്? ഈ ഫാഷനും ഈ കാര്യങ്ങളും ഇപ്പോൾ ഈ കയ്യിലിരിക്കുന്ന ഇതൊരു ട്രഡീഷൻ പണ്ടോട്ടിട്ടേ മുഗൾ കാര്യത്തിന് എത്രയോ വർഷങ്ങൾ തൊട്ടിട്ടിടുന്ന ആൾക്കാരാണ്. ഇന്ന് ഞാൻ ഓൺലൈനിൽ കണ്ടപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിത് ഇടണമെന്ന് തോന്നി. നിങ്ങളുടെ ഇൻ്റർവ്യൂവിലേക്ക് ഒരു പുതിയതായി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എത്രയോ ആൾക്കാർ പറയും ഓ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആൾക്കാർ നോക്കുന്നത് ആള് പാതി ആട പാതി ഇതുണ്ട്. ഓക്കെ, അപ്പോൾ അട്രാക്റ്റീവ് ചെയ്യുന്നത് വെറും നാച്ചുറൽ ആക്ടിങ്. ഇപ്പോൾ മഞ്ജു വാര്യർ നാച്ചുറലായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്തും ഇഷ്ടപ്പെടും,
ഗ്ലാമറസ് ആയിട്ട് സ്റ്റേജിൽ വന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഡാൻസ് ചെയ്യുമ്പോഴും എൻജോയ് ചെയ്യുന്നുണ്ട്. സോ ഡാൻസ് ആയിട്ട് നോക്കുന്നുണ്ട്, ആക്ടിങ് ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ഇപ്പം ശോഭന തന്നെ അതുപോലെ തന്നെയാണ്. ഡാൻസിൽ ശോഭനയുടെ ഡാൻസ് കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല, എത്രയോ പേർക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഒരാൾ ആർഗ്യൂ പറഞ്ഞു, നിങ്ങൾ വന്നിട്ട് കേരളത്തിൽ ജനിച്ചിട്ട് ഷെയിം ഓഫ് യു ദാറ്റ് യു ആർ സേയിങ് ദാറ്റ് ശോഭനയുടെ ഡാൻസ് നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇഷ്ടമല്ല എന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അവരുടെ സ്റ്റൈൽ അവർ പണ്ട് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ 96 ഫസ്റ്റ് സിംഗപ്പൂർ പോയപ്പോൾ അവർ ചിത്ര വിശ്വേഷിൻ്റെ സ്റ്റുഡൻ്റായിട്ട് വന്ന് കളിച്ച ഡാൻസിനും ഇപ്പോൾ കളിക്കുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ പറയുന്നത് അവർ ആ ട്രഡീഷണലായിട്ട് പണ്ട് ചെയ്ത ഡാൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ, ഞാനൊരു ഡാൻസറാണ്, നമുക്ക് ജഡ്ജ് ചെയ്യാനുള്ള കാര്യമുണ്ട്, നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ശോഭന ആയതുകൊണ്ട് ഞാനത് അവരെക്കുറിച്ച് പറയാൻ പാടില്ലേ? ഞാനും ശോഭനയും ഒരേ വേദിയിൽ പിന്നെ സ്റ്റേജ് ഷെയർ ചെയ്ത് കളിച്ചിട്ടുണ്ട്. സിംഗപ്പൂർ മലയാളി അസോസിയേഷന് വേണ്ടിയിട്ട് വന്നിട്ട് ഞാൻ ഓപ്പണിംഗ് ഡാൻസ് കളിച്ചു. എന്തൊരു മഹാനുഭാവലു ആ റിമിക്സിൻ്റെ എടുത്തിട്ടാണ് ഞാൻ കളിച്ചത് എൻ്റെ കുട്ടികളുടെ കൂടെ. അത് കഴിഞ്ഞിട്ടാണ് ശോഭന കളിച്ചത്. സ്റ്റേജിൻ്റെ വെളിയിൽ വരുമ്പോൾ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് എന്നോട് പറഞ്ഞു, മാലിക ഈ പാട്ട് എവിടുന്നാണ് കിട്ടിയെന്ന്. അപ്പം മാലികയല്ല, ഞാൻ ഗിരീഷായിരുന്നു. അപ്പോൾ എൻ്റെ ചോദിച്ചു, ഗിരീഷിൻ്റെ എവിടെ കിട്ടി ഈ പാട്ട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഓൺലൈനിൽ കിട്ടിയതാണെന്ന് ചേച്ചി പറഞ്ഞു. വളരെ നന്നായിട്ടുണ്ട്, നന്നായി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് വന്നു. അതേപോലെ എനിക്ക് കൃഷ്ണഗാന സഭയിൽ അവാർഡ് കിട്ടുന്ന സമയത്ത് അവർക്കും അവിടെ അവാർഡ് കിട്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരേ മേടയിലാണ് ഉണ്ടായിരുന്നത്. സോ ഇതുപോലെ നമ്മൾ ഷെയർ ചെയ്തതും എനിക്ക് വലിയ വലിയ ആർട്ടിസ്റ്റിനോടും എല്ലാവരും ഉണ്ട്. പക്ഷെ ഞാനത് ആരോടും പറഞ്ഞ് അത് പബ്ലിസിറ്റി ആക്കി എനിക്ക് അവരെ അറിയും ഇവരെ അറിയും അത് പറയേണ്ട ആവശ്യം നമുക്കില്ല. ബട്ട് എത്രത്തോളം നമ്മൾ സ്നേഹം കാണിക്കുന്നോ, അതാ പറഞ്ഞത്, ഈ 4 പേർക്ക് എൻ്റെ സ്നേഹത്തിനോടാണ് അവർ വന്നത്. അവർ വെറും ഒരു ആണുങ്ങളാണ്, പക്ഷെ കാണാൻ പെണ്ണുണ്ട് പോലെ, മുടിയുണ്ട്, എല്ലാം ഉണ്ട്, ബിഹേവിയർ എല്ലാം ഈ പറഞ്ഞ 2 പേര് ഇരിക്കുന്ന പോലെ തന്നെയാണ്. പക്ഷെ അവർ ഡെയിലി ലൈഫിൽ പാൻറ് ഷർട്ട് ഇട്ടിട്ടാണ് അവർ ജീവിക്കുന്നത്. അവർ ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ വിളിച്ചിട്ടും കൂടി അവർ പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പബ്ലിക്കിലേക്ക് വന്ന് ഞങ്ങൾക്ക് ആ പേരും പുകഴും വേണ്ട ഞങ്ങൾക്ക്, പക്ഷെ ഞങ്ങൾക്ക് ഹാപ്പിയാണ്. ഞങ്ങൾ വർഷത്തിൽ ഒരു പ്രാവശ്യം വിളക്കെടുത്ത് ദേവിയുടെ മുമ്പിൽ പോയി നിൽക്കുന്നത് ഞങ്ങൾക്കൊരു ഹാപ്പിയാണ്. അല്ലാണ്ട് പിന്നെ ഞാൻ എൻ്റെ അണ്ടർ ദ പാൻറ് എന്താണെന്ന് എനിക്ക് അറിയിപ്പിക്കാനോ മറ്റുള്ളവർക്ക് പറയാനോ ഞങ്ങൾക്ക് താല്പര്യം ഇല്ല. സോ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അവർ 2 പേരും പറഞ്ഞ കാര്യങ്ങളും അവരുടെ ലാംഗ്വേജ്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ദെയർ ലാംഗ്വേജ് അത് എനിക്കില്ല. എന്താ പറഞ്ഞാൽ ഞാനിവിടെ പഠിച്ചവളല്ല, അവർക്ക് ആ ഒരു കൾച്ചറുണ്ട്. അതെല്ലാം തിയറിറ്റിക്കലായിട്ട് നിങ്ങൾ എല്ലാവരുടെയും പറയാം. പ്രാക്ടിക്കലായിട്ട് ജീവിച്ച കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ എന്നെ പോലെ സംസാരിച്ചാലേ പറ്റും. ഞാൻ ജീവിച്ചവളാണ്, ഞാനത് എക്സ്പീരിയൻസ്. ഇപ്പോൾ നിങ്ങൾ ഹോർമോൺസിനെ കുറിച്ച് സംസാരിച്ചു ഇല്ലേ? ഹോർമോൺസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾക്ക് എന്നുള്ളത് ആർക്കെങ്കിലും അറിയോ? അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തറിയും? അല്ല, ജസ്റ്റ് നിങ്ങളുടെ അല്ല ഹോർമോൺസ് പറയുന്നത് നമ്മൾ മൂഡ് സ്വിങ്സ് മാത്രം പറഞ്ഞ ആൾക്കാർ. ഹോർമോൺ നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യകത എന്താണെന്ന് ആവശ്യകത അല്ല, അത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മളൊരു പുരുഷനാണ് അല്ലേ? ഇപ്പോൾ ഞാൻ എൻ്റെ പഴയ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരാണായിട്ടുള്ള എൻ്റെ രൂപം കണ്ടിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ there are many women who used to like me. I used to be that handsome. ഇപ്പോഴും അതെ. See, that's a different story. ഇല്ല, ഞാൻ ഫുൾ ഒരു കരടി പോലെ രോമേശ്വരനായിരുന്നു. അത്രയും ഒരു മുടി പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പണ്ടത്തെ ഉദയശങ്കറൊക്കെ ഇല്ലേ, അവരെ പോലെ കിളി ഹെയർ, ഭയങ്കര ഭംഗിയാണ് എൻ്റെ മുടി, ഇങ്ങനെ കേൾക്കായിട്ടുള്ള മുടി. അപ്പം പണ്ട് തൊട്ടിട്ട് ഈ മുടി വെച്ച് ഡാൻസ് കളിച്ചൊരു ഡാൻസർ പണ്ട് തൊട്ടിട്ട് ഞാനാണ്, ഏത് മെയിൽ ഡാൻസറിൽ. സോ എനിക്കൊന്നും ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. സോ ആ ഐഡൻറ്റിറ്റിയിൽ എല്ലാവർക്കും എന്നെ വലിയ കാര്യമായിരുന്നു. അപ്പോൾ അതിലും ആൾക്കാർ എന്നെ എങ്ങനെ അറിയോ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നത്, ഒരു അർദ്ധനാരീശ്വരൻ, ഒരു ആണിൻ്റെ ഭംഗി, ദറ്റ് ഇസ് ഒരു പുരുഷത്വം, ഡാൻസിലൊരു പുരുഷത്വം, കാണാൻ പെണ്ണിൻ്റെ ആ ഒരു ലളിതം. സോ അത് ഈ അർദ്ധനാരീശ്വരൻ പറയുന്നത് അതല്ല അതിൻ്റെ അർത്ഥം. അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്നത് ഒരാണിന് പെണ്ണിൻ്റെ ഭംഗി ഉണ്ടാവണം, അമ്മയുടെ ഭംഗി. അവരാണ് സത്യമായിട്ടുള്ള പുരുഷത്വം എന്ന് പറയുന്നത്. പെണ്ണിന് അച്ഛൻ്റെ ഭംഗി കിട്ടണം. ആ ഭംഗിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു കുറച്ച് മേൽ ഉണ്ടാവുമ്പോഴാണ്, അതാണ് കോമ്പിനേഷൻ ഓഫ് സ്ത്രീ പുരുഷ് എന്നുള്ളത് മിക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ബ്യൂട്ടി. ഇപ്പോൾ എല്ലാവരും പറയും നിന്നെ കാണാൻ അമ്മേനെ പോലെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു ആണായി ജനിച്ചാൽ എൻ്റെ അമ്മയുടെ ക്വാളിറ്റിയാണ് എനിക്ക് കിട്ടിയത്, എൻ്റെ അച്ഛൻ്റെ ക്വാളിറ്റി അല്ല. എനിക്ക് ഹൈറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, പക്ഷേ എൻ്റെ ഫീച്ചേഴ്സ് മുഴുവനും, എൻ്റെ മൂക്ക്, ഇതെല്ലാം എൻ്റെ അമ്മയുടെയാണ്.
എൻ്റെ ചേച്ചിക്ക് വല്ല ഉണ്ടമോക്കാണ്. അവൾ എപ്പോഴും പറയും, ഓ മണ്ടാരത്തിൻ്റെ ഒക്കെ കിട്ടിയിട്ടുണ്ട്, എല്ലാം അവൾക്ക് കിട്ടി, എനിക്കൊന്നും കിട്ടി. സി ദിസ് ഈസ് സംതിങ് പറയണത് നമ്മൾ അതാ പറയണത്, പ്രസവിച്ച് വരുന്ന സമയത്ത് എന്താ വരുന്ന ആർക്കും എന്താ അറിയും അല്ലേ. പക്ഷെ ഇത് കളറില്ല. ഇത് എനിക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ എന്താ പറയുക, ഞാൻ പറയട്ടെ, ചെറുപ്പം തുടങ്ങി തന്നെ എനിക്ക് മനുഷ്യന്മാരെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ വെളിയിൽ കാണുന്ന സ്കിന്നല്ല ഞാൻ നോക്കുന്നത്. ഞാൻ എപ്പോഴും അതാ പറയും, ഞാൻ ദൈവമായതുകൊണ്ട് പറയല്ല, നമ്മുടെ സോളിൽ നിന്നുണ്ട്. ആ സോളിന് കളറില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് എ ലൈറ്റ്. നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന ആ ലൈറ്റ് പ്രകാശിച്ചാൽ നിങ്ങൾ എങ്ങനെയുണ്ടെങ്കിലും അത് പ്രകാശിക്കും. നിങ്ങളുടെ ഉള്ളിലില്ല എത്ര വെള്ള കളറാവട്ടെ, വെളവെളേന്ന് സ്കിന്നൊക്കെ ഉണ്ടാവാം, എല്ലാം ഉണ്ടാവാം, പക്ഷെ മനസ്സ് ഉള്ളിൽ കറുപ്പാണെങ്കിൽ എന്താ പ്രയോജനം? ഈ സ്കിന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? നിങ്ങളുടെ ക്യാരക്ടർ മുഴുവനും പോയില്ലേ. അപ്പോൾ ഈ കിട്ടുന്ന ഈ ബോഡി പഞ്ചതന്ത്രങ്ങൾ അത് വെള്ളത്തിൽ പോവും, ഇല്ലെങ്കിൽ മണ്ണിലേക്ക് പോവും, ഇല്ലെങ്കിൽ അഗ്നിക്ക് പോവും. അതാണ് ശാസ്ത്രം. ഈ ഉള്ളിലുണ്ടാവുന്ന ലൈറ്റിനെ ഭസ്മാക്കാൻ പറ്റുമോ? ഇല്ലല്ല. ഇപ്പം ഞാനിപ്പോൾ ഈ ഗംഗയിൽ കുളിച്ചിട്ട് വന്നു. ഞാൻ ഹിന്ദുയിസം പറയല്ല കേട്ടോ. ഗംഗ എന്ന് പറയുന്നത് ഒരു പുണ്യനദി എന്ന് പറഞ്ഞിട്ടാണ്, ആർക്ക് വേണമെങ്കിലും പോയി കുളിക്കാനുള്ള നദിയാണ്. പക്ഷെ എനിക്ക് അവിടെ പോയി എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ തർപ്പണം ചെയ്തിട്ട് 5 പ്രാവശ്യം ഞാൻ മുങ്ങിയിട്ട് വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ആത്മതൃപ്തി ഉണ്ടല്ലോ. എൻ്റെ ദേഹത്തുനിന്ന് ഒരു 100 കിലോ ഇറങ്ങിപ്പോയ പോലെ എനിക്കൊരു ഫീലിംഗ്. ഇത് പറഞ്ഞാൽ എക്സാജുറേഷനാണെന്ന് തോന്നുന്നു, പക്ഷെ സത്യമാണ്. അത് ബിലീഫിൻ്റെയാണ്. അതായത് മാലികയ്ക്ക് അത്രയും ഇഷ്ടത്തോടെ അല്ല, എന്താ അറിയോ, ഞാൻ സാധാരണ കുളിച്ചിട്ട് വന്നാൽ തലയിൽ വെള്ളം നിന്നാൽ എനിക്കപ്പോൾ കോൾഡ് വരും, അല്ലെങ്കിൽ ചുമ വരും, മൂക്കൊലിക്കാൻ തുടങ്ങും. അന്ന് ഗംഗയിൽ കുളിച്ചിട്ട് ഞാൻ തർപ്പണം കഴിഞ്ഞ് വരെയും എൻ്റെ തല എനിക്ക് ഫുള്ളായിട്ട് തുടയ്ക്കാനൊന്നും പറ്റിയിട്ടില്ല. ഒന്നും ചെയ്യാണ്ട് ഞാൻ വീട് വരുന്ന വരെയും വീട്ടിൽ വന്നിട്ടും ഞാൻ തല തോർത്തൊന്നും ചെയ്തില്ല, ഒന്നും നടന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബിലീവ്സ് ആണ് ഇതെല്ലാം. എന്നെ സംബന്ധിച്ച് എന്താ പറയുക, ഒരു പുഴയിൽ കുളിച്ചാൽ നോർമലാണ്, ഈ പറഞ്ഞ പോലെ ഓക്കെയാണ്. പക്ഷേ എന്നാ മാലിക അതിനെ ഭയങ്കര ദൈവികമായിട്ട്, അതായത് അവിടെ പോയി കുളിച്ചപ്പോൾ കിട്ടിയ ഒരു പുണ്യം എന്നൊക്കെ നമ്മൾ പറയില്ല, ഗംഗയിലെ വെള്ളം കൊണ്ടുവന്ന് ഇവിടെ ആൾക്കാർ കൊടുക്കുന്നത് ആ പുണ്യത്തിൻ്റെ ബേസിൽ വന്നതാണ്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. നമുക്കിനി വേറൊരു കാര്യത്തിലേക്ക് കിടക്കാൻ പോകുന്നു. ആദ്യമേ എന്നോട് പറഞ്ഞല്ലോ, ഈ നമ്മുടെ ഉടൽ പെണ്ണുടൽ അല്ലെങ്കിൽ പെണ്ണുടമ്പ്, പൊന്നുടമെന്നാണ് തമിഴിൽ സാധാരണ പറയുന്നതാണ്, പൊന്നുടമ്പ്. ഓക്കെ, നമ്മൾ ആരെയും നമ്മളും കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല, ആരെയും കാണിക്കണമെന്നും ഇല്ല. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്, നമ്മളെങ്ങനെ ജീവിക്കണം, ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള എൻ്റെ ഇഷ്ടമാണ്. ഞാൻ ഒരിക്കൽ വിജയരാജമല്ലിക ചേച്ചിയുടെ എനിക്ക് പരിചയമില്ല, പക്ഷെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. ആ പ്രസംഗത്തിനകത്ത് ഒരു വരി എന്നെ ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചൊരു ഘടകമാണ്. ചേച്ചി ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ സ്ത്രീകൾ ഉടുത്ത് അഴിച്ച ഉടുപ്പുകളാണ് ഞങ്ങളിടുന്നതെന്ന്. അതായത് സ്ത്രീകൾ കാലാകാലങ്ങളായിട്ട് ഈ ഡ്രസ്സാണ് ഇടുന്നത്. അത് സ്ത്രീയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഡ്രസ്സിൽ അറിയാം, അല്ലെങ്കിൽ നമ്മളിടുന്ന മേക്കപ്പിൽ അറിയാം. അത് ട്രാൻസ് അല്ലെങ്കിൽ ട്രാൻസ് വുമൺ ആവുന്നൊരു വ്യക്തി നിങ്ങൾ ഉടുത്ത് ഉപേക്ഷിച്ച സാധനങ്ങൾ. ഞാൻ വൈഗ എന്ന് പറഞ്ഞൊരു കുട്ടീനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ അവളോട് ചോദിച്ചു, അവൾ ഇങ്ങനെ നല്ല രസമായിട്ട് സാരിയൊക്കെ എടുത്തേക്കണം. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ സാരി മാത്രം ചൂസ് ചെയ്യുന്നത്? ഞാനാണ് എവിടെയൊക്കെ പോകുമ്പോൾ കംഫർട്ടായിട്ട്, എന്നെ കണ്ടല്ലോ ജീൻസിലാണ് ഞാൻ നടന്നത്, എനിക്കത് കംഫർട്ടാണ്. അപ്പോഴാണ് പറയുന്നത്, ഞങ്ങൾക്ക് ട്രാൻസ് വുമൺ ആയിട്ടിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളെ സ്ത്രീ ആയിട്ട് അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ ഉടുത്തുപേക്ഷിച്ച സാധനങ്ങൾ ഞങ്ങൾക്ക് വേണം എന്നുള്ളത്. ഞാൻ ഇങ്ങനെ ആക്കി പറഞ്ഞല്ലോ കേട്ടോ, എനിക്ക് മനസ്സിലായ രീതി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ. അങ്ങനെയാണോ നമ്മുടെ ഈ വേഷവിധാനം ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? അല്ല, നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റീൻ്റെ ഉള്ളിലും സാരി ഉടുക്കാൻ ഇഷ്ടപ്പെടാത്ത എത്രയോ പേരുണ്ട്. ചിലവർക്ക് വന്നിട്ട് ഡ്രസ്സ് എന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ്. തീർച്ചയായും. പിന്നെ അതാണ് പറയണത്, ഈ പറഞ്ഞ ഫാഷൻ എന്ന് പറയണത് അവരവരുടെ ബോഡിക്ക് എന്ത് സൂട്ടാവുന്നോ ഇപ്പോൾ നമുക്ക് സ്കിൻ ഡിസീസ് ഉണ്ട്, ചിലർക്ക് കോട്ടനെ കൊടുക്കാൻ പറ്റും, സിന്തറ്റിക്ക് പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഓരോരുത്തർക്കും ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ സെക്സ് ഓപ്പറേഷൻ എന്നൊക്കെ ഉണ്ടല്ലോ, ഇതിലും അതേ തന്നെയാണ്. ഇൻഡിവിജ്വലായിട്ട് നിങ്ങളുടെ ദേഹത്ത് പല
കാര്യങ്ങളും വരും. ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല ഓപ്പറേഷൻ, പിന്നെ പ്ലഷർ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ, ചില ഡിസീസൊക്കെ ഉണ്ടെങ്കിൽ ഒബിസിറ്റി ലെവലിൽ തടിയില്ല, ഭയങ്കര തടിയില്ല, അവർക്കൊന്നും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, തടി കുറച്ചിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ കുറേ സിസ്റ്റമും കാര്യങ്ങളും ഉണ്ട്. ബ്ലഡിൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അവർ ചെയ്യിപ്പിക്കില്ല. അപ്പോൾ ഈ പറഞ്ഞ സെക്സ് ഓപ്പറേഷൻ എന്ന് പറയണത് അതും ഒരു നിമിത്തമാണ്. ചിലവർക്ക് നന്നാവും, ചിലവർക്ക് അത് ശരിയാവില്ല. അത് അവരവരുടെ ഇൻഡിവിജ്വൽ. അപ്പം ഞാൻ പറയട്ടെ, ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യണതോ അല്ലെങ്കിൽ ഈ പിന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും സക്സസ് ആവുന്നുണ്ടോ? ഇല്ലേ? ചെയ്തവർ എത്രയോ പേര് പല വർഷങ്ങൾ ജീവിച്ചവരുണ്ട്, ചിലവർ ഒരാഴ്ച കൊണ്ട് പോയവരുണ്ട്, ചിലവർ അപ്പം തന്നെ പോയവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഡോക്ടേഴ്സിനെ കുറ്റം പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ ഒരു കുറ്റം എന്തിനാ മറ്റുള്ളവരെ മേലെ ഈ അലിഗേഷൻ ഇടുന്നത്? അവരവർക്ക് സംഭവിക്കുന്നത് അവരവരിൻ്റെതാണ്. അതുകൊണ്ട് ഇത് പറഞ്ഞ് മറ്റുള്ളവർ നമ്മളെ എക്സാമ്പിൾ കാണിച്ച് നമ്മൾ താത്തവും വേണ്ട, അവരെ നമ്മൾ മേലെ തൂക്കി വെക്കുകയും വേണ്ട. അപ്പം എനിക്ക് നടന്ന കാര്യങ്ങൾ എനിക്ക് പോസിറ്റീവായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്നോട് നിൽക്കട്ടെ. ഞാൻ ആരോടും പോയിട്ട് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്നോ ഇല്ലെങ്കിൽ ചെയ്യണ്ടെന്ന്, എനിക്കിത് നിങ്ങൾ ചെയ്താൽ എന്ത്, ചെയ്തെങ്കിൽ എനിക്ക് വേണ്ടത് നിങ്ങളുടെ അടുത്ത് നിന്നുള്ള സ്നേഹം, നിങ്ങളുടെ സ്നേഹം. എന്നെ യൂസ് ചെയ്യാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ സമ്മതിക്കും. എനിക്ക് 2 കാര്യത്തിനോട് ഭയങ്കര ദേഷ്യം. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോണ പറച്ചിൽ. ദാറ്റ് ഈസ്, നീ പറഞ്ഞ കാര്യം നീ ചെയ്യണം. നോണ പറഞ്ഞിട്ട് നീ അതേ ചെയ്യുള്ളൂ പറഞ്ഞ് നീ ചെയ്തോ. പക്ഷേ നോണ പറഞ്ഞിട്ട് പിന്നെ ഈ മാറ്റി ചെയ്യണ കാര്യം, മറ്റുള്ളവരെ പാര വയ്ക്കുന്ന കാര്യം, ഇങ്ങനത്തെ ആൾക്കാരെ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെയ്തിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് ചെയ്യേണ്ട ആവശ്യം ഞാൻ ആരോടും പോവാത്തത് എന്താ അറിയോ? അതിലെനിക്ക് എന്ത് ലാഭം അല്ലേ? ഇപ്പം ഞാൻ ഒരാളെ ഞാൻ അടിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അവർക്ക് എന്നോട് എത്രത്തോളം ഒരു പിന്നെ ദേഷ്യമുണ്ടാവും. അത് അങ്ങനത്തെ വാർത്തകൾ വരുന്നവരിൻ്റെ ക്യാരക്ടർ എന്താണ്, ഈ പറഞ്ഞ ആളിൻ്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത് പിന്നാലെ ഞാൻ നോക്കി. ശൂന്യം, എത്രയോ തെറ്റുകൾ പറഞ്ഞു കാണിച്ചു തന്നു. ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിൻ്റെ ഉള്ളിൽ ആൾക്കാർ വന്നിട്ട് ഇവരെ കുറിച്ചിട്ട് ഇത്ര. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, മാലികനെ അടിക്കാൻ വരുന്നു എന്ന് പറയാനുള്ള ധൈര്യം ഇവർക്ക് എങ്ങനെ വന്നു? ഇങ്ങനെ ഒരു വാർത്തകൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഐ റെസ്പെക്ട്. ഞാൻ അവർ മെസ്സേജിൽ പോയി ഇട്ടു. എന്തുകൊണ്ട് എനിക്ക് അവർ റെസ്പെക്റ്റ് തന്നിട്ട് ഒരു മറുപടി തന്നില്ല? ശരി, നിങ്ങൾക്ക് ദേഷ്യമുണ്ട്, സ്നേഹിച്ചോട്ടെ. എല്ലാവരും ഒരേപോലെ ആവണം നിർബന്ധം ഇല്ല, ഒരേപോലെ ആവണ്ട. പക്ഷെ അപ്പോൾ എന്നോട് എനിക്ക് തോന്നണത്, ഇപ്പോൾ ജാസി പറയും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അവൾ എന്താ പറയണത്, അവർക്ക് എന്നോട് അസൂയാണെന്ന് പറയും. അപ്പം ഞാനും അങ്ങനെ പറഞ്ഞല്ലോ. അവർക്ക് എന്താണ്, എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അവർ അക്കടാ പക്കടാന്ന് വെറും അത് അവർ പറഞ്ഞതല്ല, അത് അവർ നിങ്ങളെ എടുത്ത് നോക്കിക്കോളൂ. ഞാൻ അത് ഞാൻ കണ്ടിരുന്നു